ഹലോ, ഇന്ന് ഞാനൊരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല പെപ്പർ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടി ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് നല്ലപോലെ കഴുകി അത് വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി, ഒരു തക്കാളിയുടെ പകുതി, കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും, ആവശ്യത്തിനുള്ള ഉപ്പും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇത് വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ മതിയാവും. അങ്ങനെ 3 വിസിലിന് ശേഷം എൻ്റെ ഗ്രീൻ പീസ് ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചട്ടി കാച്ചി വയ്ക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. പിന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ പെപ്പർ പൗഡർ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ലോ ആക്കി വെക്കാം. അപ്പോൾ ആ പെപ്പർ ഒന്ന് അതിൽ നിന്ന് മൂത്ത് വരുമ്പോൾ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇതേ നമ്മുടെ ഗ്രീൻ പീസിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല ചൂട് പൂരിയുടെ കൂടെയൊക്കെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.